യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദവാക്യം നമുക്ക് വേഗത്തിൽ വായിക്കാം. യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദവാക്യം. എല്ലാവരും ആ വേദവാക്യം ഒന്ന് എടുക്കാമോ? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു സെക്ഷനിൽ പ്രസംഗിച്ചത് ഈ അധ്യായത്തിൻ്റെ ഈ 53-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്. യഹോവയുടെ ഭുജം എന്നൊരു വിഷയമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ പ്രസംഗിച്ചത്. എത്ര പേര് ഓർക്കുന്നുണ്ട് എന്നെനിക്കറിയത്തില്ല. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്നുള്ള മെസ്സേജാണ് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതെങ്കിൽ, നമ്മൾ ഇന്ന് നിങ്ങളുമായി അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് അതിന് 1-ാമത്തെ വാക്യമാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ദൈവമക്കളെ, ദൈവവചനം അവൻ ചിലത് ഉളവാക്കാൻ കഴിയുന്നതാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറയാൻ പറ്റുമോ? ആമേൻ. നമ്മൾ ഈ എബ്രായ ലേഖനം 1-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് ദൈവത്തിൻ്റെ ആഴമായി 7 അത്ഭുതങ്ങളെക്കുറിച്ച്, 7 മഹത്വമായ പ്രവർത്തികളെക്കുറിച്ച് 1-ാം അധ്യായത്തിലുണ്ട്. എന്ന് വെച്ചാൽ അവൻ സകലത്തിനും അവകാശിയാണ്, അവന് സകലത്തെയും ഉളവാക്കുന്നവനാണ്, ശക്തിയുള്ള വചനത്താൽ സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. അവന് തേജസ്സിന്റെ പ്രഭയാണ്, അവൻ തത്വത്തിന്റെ മുദ്രയാണ്, പാപത്തിന് പരിഹാരം വരുത്തിയവനാണ്. അവൻ എല്ലാറ്റിനും അത്ഭുതം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഇരിക്കുന്നതാണ്. എന്നാൽ 11-ാം അധ്യായത്തിൽ വരുമ്പോൾ 11-ാം അധ്യായത്തിൽ ഈ കാണുന്ന ലോകം, ഈ ദൃശ്യമായ ലോകം മുഴുവൻ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് വചനത്താലാണ്. അപ്പോൾ വചനമാണ് ഉളവാക്കുന്നത്. ഉളവാകാത്തതൊന്നും അല്ലേ, വചനം കൂടാതെ ഉളവായതല്ല ഈ ലോകത്തുള്ളത്. ഇന്ന് രാത്രിയിലും ദൈവവചനത്താൽ ചിലത് ദൈവത്തിന് ഉളവാക്കാൻ കഴിയും. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. വചനത്താൽ ചിലത് ദൈവം ഉളവാക്കും. ഞാൻ ഇങ്ങനെ എന്തുകൊണ്ട് ഇത്തരം തൻ്റെ അടുത്ത് പറയുന്നത്, ഒരു സാക്ഷ്യം അത് ലൈവിലൊക്കെ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ സ്തോത്രം കുന്നംകുളത്ത് ഒരു എക്യുമെനിക്കൽ കൂട്ടായ്മയിൽ പ്രസംഗിക്കുക. എക്യുമെനിക്കൽ കൂട്ടായ്മയിൽ എന്ന് വെച്ചാൽ പെന്തക്കോസ്തുകാർ ആരും അരകത്തില്ല, യാക്കോബക്കാര്, മാർത്തോമക്കാര് എന്ന് വേണ്ട സമുദായക്കാരെല്ലാം കൂടി നടത്തുന്ന ഒരു പബ്ലിക് കൺവെൻഷൻ. ആ കൺവെൻഷനിൽ ഒരു ദിവസം തിരുവചനം പ്രസംഗിക്കാൻ അവർ എന്നെ വിളിച്ചു. രാവിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സെക്ഷൻ, വൈകിട്ട് പബ്ലിക് കൺവെൻഷൻ. അന്ന് ഈ പകൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യാക്കോബ സമുദായത്തിൽപ്പെട്ട ഒരു ആൻറ്റിയാണ്. ആൻറ്റി ഏറ്റവും ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. ഇങ്ങനെ വചനം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കൈവെക്കാതെ തന്നെ, ഞങ്ങൾ ആരും നിങ്ങളുടെ മേൽ കൈവെക്കാതെ തന്നെ വചനം നിങ്ങളെ സൗഖ്യമാക്കും. അതെ, ഞാൻ അന്ന് പറഞ്ഞൊരു വാക്യം ഇന്നും ഓർക്കുന്നുണ്ട്. 107-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അഴച്ച് ഞാൻ അവരെ സൗഖ്യമാക്കും, അവിടെ കുഴികളിൽ നിന്നും ഞാൻ അവരെ കയറ്റും. അപ്പൊ ഈ വചനം പ്രസംഗിക്കപ്പെടുന്നിടത്ത് അസാധാരണമായ സൗഖ്യം നടക്കും. വിശ്വസിക്കുന്നവരാമേൻ പറ. ഈ വചനം പ്രസംഗിക്കുന്നിടത്ത് സൗഖ്യം മാത്രമല്ല, നിനക്കും എനിക്കും വിരോധമായി നിൽക്കുന്ന സകല കൈയെഴുത്തുകളും ഈ വചനത്തിന്റെ ശക്തിയാ ദൈവം അഴിച്ചു മാറ്റും. ആമേൻ. പണ്ടൊരിക്കലെ ഒരു ശക്തനായ ഒരു ദൈവദാസൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓറൽ റോബർട്ട്സ് എന്ന് പറയുന്ന അതിശക്തനായ അത്ഭുത ശുശ്രൂഷ ചെയ്യുന്ന ഓറൽ റോബർട്ട്സ് എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ പ്രസംഗത്തിനകത്ത് താൻ പറഞ്ഞ ഒരു വാക്ക് എൻ്റെ ഉള്ളിൽ ഇന്നുമുണ്ട്. താൻ ഇങ്ങനെയാ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ രോഗികൾ സൗഖ്യമാകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് 2 കാരണങ്ങളല്ല. ഒന്ന്, ദൈവവചന ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് രോഗികൾ സൗഖ്യമാകും. 2, തിരുമേശയിൽ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ, തിരുമേശ ഭക്ഷിക്കുമ്പോൾ സൗഖ്യം നടക്കുന്നു എന്ന് ആ മനുഷ്യൻ അന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആരും നിങ്ങളെ തൊടണമെന്നില്ല. പരിശുദ്ധാത്മ ശക്തിയാൽ ഈ വചനം വന്ന് വീഴുമ്പോൾ നിങ്ങളുടെ മേൽ ഒരു അഭിഷേകമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വചനം നിങ്ങളെ അഭിഷേകം ചെയ്യും. അല്ല, നിങ്ങൾ ഇന്ന് രാത്രി ഒരു അസാധാരണമായ വിടുതൽ ആഗ്രഹിച്ചാണോ ഇന്ന് വന്നതെങ്കിൽ ഈ വചന
ശുശ്രൂഷക്കിടക്ക് ആ അഭിഷേകം നിങ്ങളുടെ മേൽ വീണിരിക്കും. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. അങ്ങനെയാണെങ്കിൽ ഈ ദൂത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വചനം പ്രസംഗിച്ചപ്പോൾ ഈ സഹോദരി എഴുന്നേറ്റ് നിന്ന് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഒരു പെന്തക്കോസ് കൂട്ടായ്മയല്ല. അതുകൊണ്ട് പെന്തക്കോസുകാർ ഹല്ലേലൂയ പറയുന്നത് പോലെ ഒരു ഹല്ലേലൂയ ഒന്നും അവിടെ പ്രതീക്ഷിക്കണ്ട. അങ്ങനെ ഒരു സൈലന്റാ. അപ്പൊ ഈ ആന്റി എഴുന്നേറ്റ് നിന്ന് കരമുയർത്തി ഇങ്ങനെ സ്തോത്രം ചെയ്യുന്ന കണ്ടു. എല്ലാം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ഈ ആന്റി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ലെൻസിനകത്ത് ക്യാൻസറാ. ഇനി അത് മാത്രമല്ല, ഫോർത്ത് സ്റ്റേജാ. ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു. എനിക്കറിയാം ദൈവത്തിന് മാത്രമേ എന്നിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. പക്ഷെ പാസ്റ്റർ പറഞ്ഞ വചനം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആമേൻ. എന്നിട്ട് ഈ പുള്ളിക്കാരത്തി പറയാ, പാസ്റ്ററെ അല്ല എനിക്ക് വിശ്വാസം, ബ്രദറിനെ അല്ല വിശ്വാസം, ബ്രദറിനെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. പക്ഷെ ബ്രദർ പറഞ്ഞ വചനം എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ആമേ. ഞാൻ പറഞ്ഞു, സഹോദരി, ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെയാ പറയുന്നത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്ന പറയുന്നത്. അതിന്റെ ധൈര്യമായിട്ട് പോ, തമ്പുരാൻ വിടുവിച്ചിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ ആരും ഇതിനെ ദുർവ്യാഖ്യാനിക്കരുത്. വേണമെങ്കിൽ ദൈവദാസന്മാർക്ക് അതിന്റെ തെളിവ് ഞാൻ കൊടുക്കാം. ആമൻ. അവിടുത്തെ മീറ്റിംഗ് ലീഡ് ചെയ്ത ആ ദൈവദാസന് അവരൊരു ഓഡിയോ മെസ്സേജ് വിട്ടത് എനിക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നു. ആമൻ. എന്താണെന്നറിയാമോ? ആ ലെൻസിലെ ക്യാൻസർ ദൈവം അവരെ സൗഖ്യമാക്കി. ഞാൻ കൈവച്ചിട്ടില്ല, ഞാൻ തൊട്ടില്ല, ഞങ്ങൾ ആരും കൈവച്ചിട്ടില്ല, ഞങ്ങൾ ആരും തൊട്ടില്ല. ഒരു പക്ഷേ ഇതിനെ വിമർശിക്കാം, ഒരു പക്ഷേ അത്ഭുതം നിന്നുപോയെന്ന് പറയാം, ദൈവം ജീവിക്കുന്നില്ലെന്ന് പറയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഞാൻ ഉയർത്തുന്ന ഈ തിരുവചനത്തിന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. ഇന്ന് രാത്രിയിലും ഇതിനകത്ത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുന്നുണ്ട്. ഈ മീറ്റിംഗിന്റെ ആശീർവാദ സമയത്ത് ഹല്ലേലൂയ പറയാൻ നിൽക്കരുത്. ഇങ്ങനെ ഒരു അത്ഭുതം എന്റെ മേൽ നടക്കണമെന്ന് വിശ്വസിക്കുന്നവർ ഇനി കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ഈ രാത്രി ഈ ദൈവത്തിന്റെ വചനം നിന്നെ തൊടുന്ന രാത്രിയാകട്ടെ. ഈ ദൈവത്തിന്റെ വചനം നിന്നെ സൗഖ്യമാക്കുന്ന ഒരു രാത്രിയായി മാറട്ടെ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ആമേൻ. ചിങ്ങമനത്തുള്ള, എനിക്കറിയില്ല, ഒന്ന് രണ്ട് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ പറയാം. ചിങ്ങമനത്തുള്ള ഒരു പാഷ എബി എബ്രഹാം ഉണ്ട്. ന്യൂ ഇന്ത്യ ചർച്ചക്കോടിന്റെ ഒരു സെൻട്രൽ പാഷ എബി എബ്രഹാം. ആ ദൈവദാസന്റെ മകന്റെ പേര് ബെൻസൻ എബ്രഹാം. തനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ല. എന്നാലേ നമ്മുടെ എല്ലാ ഞായറാഴ്ചത്തെ മീറ്റിങ്ങും താന് ലൈവിലൂടെ കൂടും. ഒരു പക്ഷേ ഇന്ന് ഈ മീറ്റിങ്ങിലും ആ ബെൻസൻ ലൈവിൽ ഉണ്ടായിരിക്കും. കാരണം ഞാൻ എവിടെ പോയി പ്രസംഗിക്കുന്നു അതെല്ലാം ലൈവിൽ കയറും. ആമേൻ. ഒരു പക്ഷെ ഇന്നും അവൻ ലൈവിൽ കാണും. അങ്ങനെ ഒരു ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ചർച്ചിനകത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന വിഷയം ഇതാണ്. ആമേൻ, സ്തോത്രം. അവൻ സകലതും ഉളവാക്കുന്നവനാണ്. ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ വൈഫിനെ വിളിച്ചിട്ട് അടുത്തിരിഞ്ഞിട്ട് പറയടി, ഈ വചനം നീ ഒന്ന് കേട്ടെ. നമുക്കറിയാം, ഞാൻ പാസിന്റെ മോനാ. പുള്ളി പറയാ, ഞാൻ ഉപദേശിയുടെ മോനാ. ഫെയ്ത്തോമി കിടന്ന് വചനം കേട്ടതാ. പക്ഷേ എനിക്കറിയത്തില്ല ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് തലമുറ ഉണ്ടാകും. അമ്മേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നത്തെ ആ വചന ശുശ്രൂഷ ചർച്ചിനകത്ത് വന്നല്ല, ലൈവിലൂടെ ആ മനുഷ്യൻ കേട്ട് താൻ അവിടെ ഇരുന്ന് അത് സ്വീകരിച്ചു. ആമൻ. ഈ കഴിഞ്ഞ 31-ാം തീയതി, ആമൻ, ഞങ്ങൾക്ക് 1-ാം തീയതി ആ മീറ്റിംഗ് നടക്കുന്നത്. 1-ാം തീയതി താനും തൻ്റെ വൈഫും കൂടി ചർച്ചിൽ ആ കുഞ്ഞുമായിട്ട് വന്നു. എന്നിട്ട് പറയും, എനിക്ക് ഒരു സാക്ഷ്യം പറയണം. അത് ലൈവിൽ കിടപ്പുണ്ട്. അവൻ സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാ: വർഷങ്ങളായിട്ടില്ലാതിരുന്നത് വചനത്താൽ ഉളവായി. ഇന്ന് വിശ്വസിക്ക് ദൈവ പൈതലേ, തേനിലും തേൻകട്ടയേക്കാൾ മാധുര്യമേറിയ ഈ ജീവനുള്ള വചനം ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾ ഇതിനകത്തിരുന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ശൂന്യമായ ചില മേഖലകളിൽ ദൈവത്തിന്റെ മിറക്കലുകൾ ദൈവത്തിന് ചെയ്യാൻ, ഇന്നും അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർ ഇനി കരമടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.
കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് ആ ദൈവവചനത്തിലേക്ക് കടന്നു വരികയാണ്. യെശയ്യാവിന്റെ പ്രവചനം 53-1 വാക്യം, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ റിപ്പോർട്ട് ആർ വിശ്വസിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിന് 1-ാം വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് തിരുവചനം പ്രസംഗിക്കും. അതുകൊണ്ട് 1-ാമത്തെ വാക്യം എടുത്തിരിക്കുന്നു, ദൈവത്തിന്റെ റിപ്പോർട്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മാത്രം ആ വിശുദ്ധകരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ദൈവമക്കളെ, അവൻ ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന 3 ടൈപ്പ് റിപ്പോർട്ടുണ്ട്. ഒന്ന് മനുഷ്യന്റെ റിപ്പോർട്ടാണ്, ഒന്ന് പിശാചിന്റെ റിപ്പോർട്ടാണ്, മറ്റൊന്ന് ദൈവത്തിന്റെ റിപ്പോർട്ടാണ്. മനുഷ്യന്റെ റിപ്പോർട്ട് നാൾക്കുന്ന നിന്റെ ജീവിതത്തിൽ നിരാശ കൊണ്ടുവരും. പിശാചിന്റെ റിപ്പോർട്ട് നിന്റെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുത്തും. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ റിപ്പോർട്ട് സകല പ്രതിസന്ധികളെയും സകല പ്രതികൂലത്തെയും തരണം ചെയ്ത് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒന്നത്ര ദൈവത്തിന്റെ റിപ്പോർട്ട്. അത് വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി ദൈവത്തെ വന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇന്ന് ഈ ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഈ വചനത്തോട് പ്രതികരിക്കണം. എങ്ങനെ? 3 തരത്തിലെ റിപ്പോർട്ടുണ്ട്. ഒന്ന് മനുഷ്യന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് ഞാനൊന്ന് തൊട്ടു. മനുഷ്യന്റെ റിപ്പോർട്ട്, പിശാചിന്റെ റിപ്പോർട്ട്, ദൈവത്തിന്റെ റിപ്പോർട്ട്. മനുഷ്യന്റെ റിപ്പോർട്ട് നിന്നെ നാൾക്ക് നാൾ ക്ഷീണിപ്പിക്കും. മനുഷ്യന്റെ റിപ്പോർട്ട് നിന്റെ ജീവിതത്തിലെ പ്രത്യാശ നഷ്ടപ്പെടുത്തും. പിശാചിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കും എന്ന ദൈവത്തിന്റെ റിപ്പോർട്ട്. എത്ര ചതഞ്ഞു കിടക്കുകയാണെങ്കിലോ, എത്ര ശൂന്യമായി കിടക്കുന്നെങ്കിലോ, ഒരൊറ്റ ദൈവത്തിന്റെ റിപ്പോർട്ട് മതി. നീ ഇന്ന് ചില കൂട് പൊളിച്ചു പുറത്തു വരുന്നത് പോലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ റിപ്പോർട്ടാണെങ്കിൽ, കരപടിച്ച് ആരാധിച്ചോട്ട് പറ, മനുഷ്യന്റെ റിപ്പോർട്ടും പിശാചിന്റെ റിപ്പോർട്ടും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. അഭിഷിക്തന്മാരെ, എനിക്ക് നിങ്ങൾക്കുമെതിരെ ഉള്ള മാനുഷിക റിപ്പോർട്ട് ദൈവം ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യാൻ പോകുക. എനിക്ക് നിങ്ങൾക്കുമെതിരെ ഉള്ള പിശാചിന്റെ റിപ്പോർട്ട് ഇന്ന് ദൈവം ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. എന്നിട്ട് ദൈവത്തിന്റെ റിപ്പോർട്ട് നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്നു. നിങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ റിപ്പോർട്ട് വിശ്വസിക്കരുത്, പിശാചിന്റെ റിപ്പോർട്ട് വിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ റിപ്പോർട്ടാണ്. ഞാൻ അയച്ച ഒരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞു, സാക്ഷിയൊക്കെ പറഞ്ഞു. എൻ്റെ ചേട്ടൻ സ്തോത്രം 92-ലോ 93-ലോ IPC കരുവാറ്റെന്ന് ഗ്രാജുവേറ്റ് കഴിഞ്ഞൊരു ആളാ, CX ജോസഫ്. അന്ന് പുള്ളി ഇതിനകത്തുനിന്ന് പുറത്തു വന്നതാ. സ്തോത്രം. അപ്പോൾ പുള്ളി അച്ചമ്പട്ടം കഴിഞ്ഞ് പുള്ളി ശുശ്രൂഷക്കിറങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം പഠിത്തം തന്നെയാ. ഉറങ്ങുമ്പോഴും ഈ ബുക്ക് ഇങ്ങനെ വെച്ച് കിടന്ന പുള്ളി ഉറങ്ങുന്നേ, വായിച്ചാ കിടന്നുറങ്ങുന്നേ. എപ്പോഴും വായനയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തെ കണ്ടുമുട്ടി. ഞാൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങി. എനിക്കാണെങ്കിൽ പ്രസംഗിക്കാൻ ഭയങ്കര കൊതി, ഭയങ്കര ആവേശം. ഞാനൊരു ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കും യേശുവിനെ പ്രസംഗിക്കണം, എനിക്കും ഇതുപോലെ യേശുവിനെ പരസ്യമായി പ്രസംഗിക്കണം. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, നല്ല ആഗ്രഹമാ, പക്ഷെ മോനെ നിനക്കൊരു കുഴപ്പമുണ്ട്. എന്നാ കുഴപ്പമെന്നറിയോ? ഒന്ന്, നിനക്ക് വായിക്കാൻ അറിയത്തില്ല. നിനക്ക് വായിക്കാൻ അറിയത്തില്ല. 2, ഇനി വായിച്ചാൽ തന്നെ പ്രസംഗിക്കാൻ പറ്റിയ ശബ്ദമല്ല. കാരണം എനിക്ക് വിക്കുള്ള നിനക്ക്, വായിക്കാൻ അറിയാത്ത നിനക്ക് ഇതെങ്ങനെ പ്രസംഗിക്കാൻ പറ്റും? ആയുസ് നടക്കത്തില്ല. ഇനി വിക്ക് മാറിയാലും ഇത് വായിക്കാൻ അറിയണ്ടേ? വായിക്കാൻ അറിയാത്ത നീ എങ്ങനെയാ ഇത് പ്രസംഗിക്കുന്നേ? അപ്പൊ വിക്ക് മാറിയിട്ട് നേരെ കാര്യമില്ല. ഇത് വായിക്കാൻ പഠിച്ചെങ്കിലേ പ്രസംഗിക്കാൻ പറ്റൂ. അപ്പൊ എൻ്റെ അകത്ത് ഭയങ്കര നിരാശ. അന്ന് രാത്രി പിശാച് എന്നോട് പറഞ്ഞു, ആയുസിൽ നിനക്ക് യേശുവിനെ പ്രസംഗിക്കാൻ ഒക്കത്തില്ല. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാം, സ്തോത്രം. ആരൊക്കെ നിന്നെ ഇടിച്ചു താഴ്ത്തിയാലും നിനക്ക് വിശ്വാസത്തിന്റെ ദൂത പറയാൻ
അഭിഷിക്തം നിനക്കുണ്ടെങ്കിൽ ഒരിക്കലും നീ താണുപോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടി പറയാ, ആരൊക്കെ നിന്നെ ഇടിച്ചു താഴ്ത്തിയാലും നിനക്ക് എൻകറേജ് തരാൻ, നിന്നെ ധൈര്യപ്പെടുത്താൻ നിനക്കൊരു അഭിഷിക്തം കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നീ താണു പോകത്തില്ല. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ എൻ്റെ ജനത്തോട് ആത്മാർത്ഥത്തോട് പറയാ, നിങ്ങൾ ഒരിക്കലും ഒരാളെ വളർത്താൻ ഒത്തില്ലെങ്കിലും നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങൾ ആരെയും നിരുത്സാഹപ്പെടുത്തരുത്. ദയവ് ചെയ്ത് ആരെയും നിങ്ങൾ നെഗറ്റീവ് അടിച്ച് കൊന്നുകളയരുത്. നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് അവൻ കാര്യം ചെയ്യട്ടെ. ഒരിക്കലും നെഗറ്റീവായി ഒരു മനുഷ്യനോട് ഒരു കാര്യം പറയരുത്. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ എൻ്റെ പാസ്റ്റർ അടുത്ത് ചെന്നു, എൻ്റെ ദൈവദാസൻ്റെ അടുക്കൽ ചെന്നു. പാസ്റ്റർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എന്നോടാ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ പാസ്റ്റർ, എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം. അതിന് അല്ല, എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്ക് വിക്കുണ്ട്. പാസ്റ്റർ എന്നോട് പറഞ്ഞു, അതെന്നാ കുഴപ്പം? എടാ, ഈ പുസ്തകം ഉണ്ടല്ലോ, ആമൻ അജ്ഞാനിയെ ജ്ഞാനിയാക്കി മാറ്റുന്നതാ, ബോഷനെ ആമൻ അത്ഭുതമാനാക്കി മാറ്റുന്നതാ. ഈ പുസ്തകം വിശ്വസിക്കുന്ന നിനക്ക് എന്താ ചെയ്യാൻ കഴിയാത്ത? ഒരു ഹല്ലേലൂയ പറ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും ക്ഷീണിച്ച് എനിക്ക് കഴിവില്ല, എനിക്ക് സാഹചര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇന്നത്തെ മെസ്സേജ് നിനക്ക് വേണ്ടിയാ. കൂട് പൊളിച്ച് പുറത്തിയാട്. ഇന്ന് രാത്രി നിന്റെ നിയോഗത്തിന്റെ രാത്രിയാ, നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാനുള്ള രാത്രിയാ. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ദാസൻ എന്നോട് പറയുക, മോനെ, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒരു വാക്യം കിടപ്പുണ്ട്. ആ വാക്യം എന്നാന്നറിയാമോ? നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക്, ദൈവം നിറക്കും. ഒരു ഹല്ലേലൂയ പറ. നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക്, ദൈവം നിറക്കും. ഞാൻ ചോദിച്ചു, അങ്ങനെ ദൈവം നിറക്കുമോ? നിറക്കുമടാ, നിറക്കും. നീ വാ തുറക്ക്, ദൈവം നിറച്ചുകൊള്ളും. ദൈവമക്കളെ, മറ്റു രണ്ട് റിപ്പോർട്ടും ഞാൻ തള്ളി മാറ്റിയിട്ട് എൻ്റെ അഭിഷിക്തം പറഞ്ഞ റിപ്പോർട്ട് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി വേളയിൽ ആരോടൊക്കെ ദൈവം പറയുന്നു, ഇന്നലകളിൽ നീ മനുഷ്യന്റെ റിപ്പോർട്ട് കേട്ട്, പിശാചിന്റെ റിപ്പോർട്ട് കേട്ട് ഡിപ്രഷൻ അടിച്ച്, ടെൻഷൻ അടിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്നെ നോക്കി ദൈവം പറയുന്നു, എനിക്ക് നിന്നെ ശക്തീകരിക്കാൻ കഴിയും, എനിക്ക് നിന്നെ ബലപ്പെടുത്താൻ കഴിയും. അവൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വെളിവന്ന ദൈവദാസന്മാരെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, ഈ 2026 അതിശക്തന്മാരുടെ നിലയിലേക്ക് ദൈവത്തിന് നിങ്ങളെ പിടിച്ചുകൊണ്ട് വരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷെ ഇന്ന് രാത്രി വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ റിപ്പോർട്ടാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ഈ ദൈവദാസനെ കഴിഞ്ഞ മാസം എൻ്റെ അകത്ത് ഒരുപാട് ആവേശം തന്ന ഒരു വാർത്ത ഏതാണെന്നറിയോ? ആമൻ തിരുവനന്തപുരത്തുള്ള ഒരു പെൺകൊച്ച് 56ാമത്തെ റാങ്ക് വാങ്ങിച്ചു. വായിച്ചായിരുന്നോ? വായിച്ചവരൊക്കെ ഒന്ന് കൈവക്കി. അല്ലേ? ആമേ, വലിയ എക്സാം, നമ്മളെല്ലാം പേടിച്ച് ഭയപ്പെടുന്ന എക്സാം അവള് സിമ്പിളായിട്ട് എഴുതി. 56ാമത്തെ റാങ്ക് ലിസ്റ്റിൽ അവിടെ പേര് വന്നു. അവിടെ പിതാവിന്റെ ജോലി എന്താണെന്നറിയാമോ? സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്. അവളുടെ അമ്മയുടെ ജോലി എന്താണെന്നറിയോ? വീട്ടു ജോലി. ആമേൻ. അപ്പൻ ഒരു കൂലിപ്പണിക്കാരൻ, അമ്മ ഒരു വീട്ടിലെ സെർവന്റാ. ഈ കൊച്ച് അമ്മ കേരളത്തിൽ ആർക്കും ലഭിക്കാത്ത 56ാമത്തെ റാങ്ക് വാങ്ങിച്ചു. എങ്ങനെയാന്നറിയണ്ടേ? അതുകൂടി കേട്ടോ. ഇന്നത്തെ മെസ്സേജുമായി അതിനകത്തൊരു ദൂതുണ്ട്. അവള് അവിടെ അപ്പനോട് പറയുക, അപ്പാ, ഈ വർഷത്തെ റാങ്ക് എനിക്കായിരിക്കും. അതെ, ഈ വർഷത്തെ റാങ്ക് എനിക്കായിരിക്കും. അപ്പോ അമ്മ ചോദിച്ചു, അതെന്നാ കാര്യം? വരാൻ പറഞ്ഞു. അവൻ ഏഷ്യാനെറ്റിന്റെ വാർത്ത വായിക്കുന്ന വിനു ചാനലിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ആ മനുഷ്യ ഫോക്കസ് ചെയ്യുന്നു. അവിടെ മുറിക്കകത്ത് അവൻ ഒരു വാക്യം എഴുതി വെച്ചിരിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു.
അമ്മേ, എത്ര പേര് കണ്ടെന്നറിയത്തില്ല. അപ്പൻ കൂലിപ്പണിക്കാരനാ, അമ്മ ഒരു വീട്ടിലെ സെർവന്റായി ജോലി ചെയ്യുന്നു. ആ കൊച്ചിന്റെ അകത്തെ അവള് പള്ളി പോയപ്പോ ആ പള്ളിയിലെ അച്ഛൻ ഒരിക്കൽ പ്രസംഗിച്ചു, മോളെ, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമുണ്ടെങ്കിൽ, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. ഒരു സാധാ ദൈവത്തെ അല്ല ഇന്ന് രാത്രി സേവിക്കുന്നത്, ഒരു സാധാ ദൈവത്തെ അല്ല ഇന്ന് രാത്രി ആരാധിക്കുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളും സേവിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, നിങ്ങൾ കൂടി ഉള്ളതാ ഇന്നത്തെ രാത്രിയിലെ ഈ മെസ്സേജ്. എന്റെ പൊന്നച്ച, എന്നെ ആ കൊച്ച് അത്ഭുതപ്പെടുത്തി. അവളുടെ അപ്പനോട് അവള് പറയുക, അപ്പച്ച, നാളെ അല്പം വൈറ്റ് സിമെന്റ് മേടിച്ചുകൊണ്ട് വന്ന് ഈ മുഴി മുഴുവൻ എന്ത് ചെയ്യണം? വൈറ്റ് അടിക്കണം. അപ്പൊ അപ്പൻ ചോദിച്ചു, അതെന്തിനാ മോളെ വൈറ്റ് അടിക്കുന്നേ? അവിടെ മറുപടി, നാളെ എന്റെ റാങ്ക് വരും, നാളെ എന്റെ റാങ്ക് ലിസ്റ്റ് വരും. അപ്പൊ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ വാർത്താ ചാനലുകാർ വരും, പത്രക്കാർ വരും. അവര് വരുമ്പോൾ ഈ വീടിന്റെ ഭിത്തി ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് വീടിന്റെ ഭിത്തി മുഴുവൻ പെയിന്റ് അടിക്കണം. അവൾ അപ്പനെ കൊണ്ട് വൈറ്റ് സിമെന്റ് മേടിപ്പിച്ച് വീട് മുഴുവൻ പെയിന്റ് ചെയ്തു. അവളും അമ്മയും കൂടി വീട് അടിച്ചു തുടച്ചു. റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. അടുത്ത ദിവസം റാങ്ക് ലിസ്റ്റ് വരും. അയൽപക്കക്കാരോട് പറഞ്ഞു, നിങ്ങൾ റെഡിയായിരുന്നോ, നാളെ എന്റെ റാങ്ക് വരുന്ന ദിവസമാ. ഹല്ലേലൂയ. നോക്കിക്കേ, അവിടുത്തെ ജില്ലാ കളക്ടർ ചെന്നിട്ട് ചോദിച്ചു, എന്നാ മോളെ നിനക്ക് ഇത്ര കോൺഫിഡന്റ്, ഇത്ര ധൈര്യം എന്നാ? ആന്റി വാ, കാണിച്ചു തരാം. ഈ വാക്യം കൊണ്ട്, ഈ വാക്യം ഏതാ വാക്യം? പൗലോസിന്റെ വാക്യം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ ദൈവവൈതലേ. പള്ളിയിൽ പോയി അച്ഛന്റെ പ്രസംഗം കേട്ട ഒരു കൊച്ചിനകത്ത് ദൈവത്തിന്റെ റിപ്പോർട്ട് ചലിച്ചെങ്കിൽ ഇന്ന് രാത്രി വേളയിൽ നിന്റെ അകത്ത് ഇത് കത്തട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. പോരാ പോരാ പോരാ, അതിന് കരമടി പോരാ. ആത്മാവി കരമടിച്ച് ഒന്ന് ആരാധിച്ച് ഇന്ന് രാത്രി വേളയിൽ ആരൊക്കെയും നിരാശപ്പെട്ടിരിക്കുന്നു, എനിക്ക് കഴിയത്തില്ല, എനിക്കൊക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാത്രി മാറ്റിയിട്ട് പറ, ഇല്ല, ഞാനത് പ്രാപിക്കാൻ പോകുന്നു, ഞാനത് പിടിക്കാൻ പോകുന്നു, എനിക്കത് ലഭിക്കും, ഞാനത് ചെയ്യും. എന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കും. ഇന്ന് രാത്രി ചരിത്രങ്ങൾ മാറ്റട്ടെ. എന്നെ കേൾക്കുന്ന യവനക്കാരെ, നിങ്ങളുടെ ആത്മാവില ഞാൻ പറയുന്നേ, ഇന്ന് രാത്രി മിറക്കളിന്റെ രാത്രിയാ. ഈ 16ാമത്തെ രാത്രി നിന്നെ നോക്കി പ്രവചിച്ചുകൊണ്ട് പറയാ, അസാധ്യമായെന്ന് നീ പറഞ്ഞത് ഇന്ന് രാത്രി എടുത്തു മാറ്റിയിട്ട് പറ, എന്റെ ദൈവത്തിന്റെ റിപ്പോർട്ട് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇറങ്ങി നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയെ കൈവച്ച് ദൈവത്തിന് അരുളപ്പാട് അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സമയം ഇതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ മെസ്സേജായിട്ട് പറയുന്നു, ഇന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ദൈവത്തിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ചരിത്രം ദൈവം മാറ്റും. അടുത്തിരിക്കുന്ന 2 പേരോട് കൈ കൊടുത്തു പറ, ദൈവത്തിന്റെ റിപ്പോർട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ചരിത്രം ദൈവം മാറ്റും. ഒന്ന് പറഞ്ഞ അഭിഷേകത്തിന്, അതൊരു പ്രവചനമാ. ബെന്നി പാസ്റ്റേ, അതൊരു പ്രവചനമാ. പറ, ദൈവത്തിന്റെ റിപ്പോർട്ട് നീ വിശ്വസിച്ചാൽ നിന്റെ ചരിത്രം ദൈവം മാറ്റും. ഹല്ലേലൂയ. ആമേൻ. പണ്ടൊരിക്കലേ എന്നെ കർത്താവ് സൗഖ്യമാക്കിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. സ്തോത്രം. ആമേൻ. എൻ്റെ ഈ കയ്യ് ഭയങ്കര ഷിവറിംഗ് ഉണ്ടായിരുന്നു. ആമേൻ. ന്യൂറോ സർജനെ കാണിച്ചു, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഒരൊറ്റ ദൈവവചനമാ എന്നെ സൗഖ്യമാക്കിയത്. ഏതാണെന്നറിയാമോ? എന്മേന്മേ ഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും
മറക്കരുത്. പറ, വാക്യം പറ. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. ഞാന് ഈ ദൂത് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും രോഗിയാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ദൈവത്തോട് പ്രതികരിക്കണം. എന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ഒരു ദൈവം. ഓ പോരാ 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 പോരാ. ശക്തിയോടെ ദൈവസഭാർത്ത് സ്തുതിച്ച് ഇന്ന് രാത്രി ആരാധിച്ചു പറ, എന്റെ സകല രോഗങ്ങളെ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഈ മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുക്കണം. ഒരു ഹല്ലേലൂയ എന്ന് പറ. എനിക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട്, ഒത്തിരി ഇഷ്ടമുണ്ട്. സന്തോഷമാണോ? നിങ്ങൾക്ക് എന്നോട് ഒത്തിരി ഇഷ്ടമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ആണെങ്കിൽ ഒരു ആമേൻ പറഞ്ഞോ. അങ്ങനെ പറയാം. നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഒക്കെ ഇച്ഛ ഈ കാലഘട്ടമൊക്കെ മാറണം ഭാഷേ. ആമേൻ, സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഈ കൺവെൻഷനുകളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ചിലയിടത്ത് ചെല്ലുമ്പോൾ എൻ്റെ മനസ്സങ്ങ് വേദനിക്കുക. എന്നാന്നറിയോ? ഒരു 2 മണിക്കൂറൊക്കെയാണ് ഈ ആളുകളെ പുകഴ്ത്താൻ വേണ്ടി മാത്രം മീറ്റിങ്ങിന് സമയം ഒരുക്കുന്നത്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുറത്തൊരു മീറ്റിങ്ങിന് പോയി. അവിടെ മീറ്റിങ്ങിന് ചെന്നപ്പോൾ എൻ്റെ പൊന്നച്ച സ്തോത്രം സെക്രട്ടറി ആരൊക്കെ കയറി അവരെല്ലാം സെക്രട്ടറിയെ പുകഴ്ത്തുന്നു, പ്രസിഡന്റിനെ പുകഴ്ത്തുന്നു, ഖജാൻജിയെ പുകഴ്ത്തുന്നു. എൻ്റെ പൊന്നച്ച എനിക്കറിയത്തില്ല, എനിക്കിത് കാണുമ്പോൾ ദേഷ്യമാണ്. എന്തിനാ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോലെ ഞാൻ ഇവിടെ വന്നു, രാവിലെ പറഞ്ഞു കർത്താവ് ദിവസം രാജപൂവക്കാരുടെ പാസ്റ്ററിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇത് പിന്നെയും പറയണോ? ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഇനി എനിക്ക് ഈ സ്റ്റേജ് മാത്രമേ ജീവിതത്തിലുള്ളെങ്കിൽ ഇങ്ങനെ പുകഴ്ത്താം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എനിക്ക് ആയുസ് ഈ സ്റ്റേജ് മാത്രമേ ഉള്ളൂ. എനിക്ക് ലോകത്തിന് ഒറ്റ സ്റ്റേജിൽ ഇത് മാത്രമേ ഉള്ളെങ്കിൽ അച്ഛാന് എനിക്ക് ഇങ്ങനെ വാനോളം പുകഴ്ത്താം. ദൂതുള്ളവന് സ്റ്റേജ് ഉണ്ട് അച്ഛാ. ദൂതുള്ളവന് നമ്മുടെ തമ്പുരാനെ വേണം ഉയർത്താൻ. ഒറ്റ വാക്കിനകത്ത് പരിപാടി എല്ലാം നിർത്തണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. നിങ്ങൾ കൺവെൻഷൻ വെച്ചാലും ജനറൽ കൺവെൻഷൻ വെച്ചാലും ബോഡി കൺവെൻഷൻ വെച്ചാലും ഇതിനകത്ത് മുമ്പിൽ വന്നിരുന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജനറൽ കൺവീനർ, ജനറൽ സെക്രട്ടറി, ഖജാൻജി, മറ്റേയാള് മറിച്ചയാള്. എന്തിനാച്ചാ? എന്തിനാ? ആകെ കിട്ടുന്ന 2.5 മണിക്കൂറാ. ഇതിനകത്ത് വാഴ്ത്താനും പുകഴ്ത്താനും തള്ളാനും 1.5 മണിക്കൂർ, എന്നിട്ട് തമ്പുരാനെ ആരാധിക്കാൻ 1/2 മണിക്കൂർ. ഈ പരിപാടി ഇതിനകത്ത് നടക്കത്തില്ല. ഇതിനകത്ത് സാന്നിധ്യം ചലിക്കുക, ഇതിനകത്ത് സാന്നിധ്യം ചലിക്കുക. അതിവിടെ വേണ്ടെന്നേ. കാരണം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചലിക്കുമ്പോൾ നാം ഉയർത്തുന്നത് ജനറൽ സെക്രട്ടറി അല്ല, ഉന്നതനും ശാശ്വതവാസിയുമായ അത്ഭുത മന്ത്രിയായ നമ്മുടെ ദൈവത്തെ വേണം. ഞാന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു ലിസ്റ്റ് എനിക്ക് എഴുതി തന്നു അധ്യക്ഷൻ. ഞാൻ ചെയ്തെന്താ? ഇതെല്ലാം പറയണം. പറഞ്ഞില്ലെങ്കിലോ? അത് പറയാൻ വേണ്ടി മാത്രം 15 മിനിറ്റ് എടുക്കും. ഞാൻ എല്ലാം കൂടി നോക്കിയിട്ട് പറഞ്ഞു, ഈ ലിസ്റ്റിൽ ഒരുപാട് ദൈവദാസന്മാരുടെ പേരുണ്ട്, അവർക്കെല്ലാം വന്ദനം. ഒരു ഹല്ലേലൂയ എന്ന് പറ. കട്ടെടുക്കരുത്. ദൈവത്തിന്റെ സമയം കട്ടെടുക്കരുത്. ആരാധിക്കേണ്ട സമയം കട്ടെടുക്കരുത്. സ്തുതിക്കേണ്ട സമയം കട്ടെടുക്കരുത്. ദൈവത്തെ ശുശ്രൂഷിക്കേണ്ട സമയം കട്ടെടുക്കരുത്. എനിക്കിന്ന് ഒത്തിരി സന്തോഷമായി. ആരാധന കഴിഞ്ഞ് പ്രാർത്ഥിച്ചു മൈക്ക് കൈമാറി. ഇവിടെ ആരും പുകഴ്ത്തേണ്ട ആവശ്യമില്ല. നമുക്ക് പുകഴ്ത്താൻ ഒരുവനേ ഉള്ളൂ, നമ്മുടെ തമ്പുരാൻ. ഒരു ഹല്ലേലൂയ പറയുക മക്കളെ. നമ്മുടെ പ്രാണപ്രിയനല്ലേ, നമ്മുടെ യേശുവല്ലേ, അവനല്ല ഉന്നത. നമ്മുടെ തലമുറ കാണട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ കാണട്ടെ, നമ്മൾ ആരാധിക്കുന്ന സ്തുതിക്കുന്നതൊക്കെ കാണട്ടെ. എൻ്റെ മെസ്സേജിലേക്ക് ഞാൻ വരുന്നു. അവൻ 3 റിപ്പോർട്ടുണ്ട്. 1 മനുഷ്യന്റെ റിപ്പോർട്ട്, 2 പിശാചിന്റെ റിപ്പോർട്ട്, 3 ദൈവത്തിന്റെ റിപ്പോർട്ട്. ദൈവമക്കളെ, 24 മണിക്കൂറുള്ളതിൽ ഞാനും നിങ്ങളും കേൾക്കുന്നത് ആദ്യത്തെ 2 റിപ്പോർട്ടാ. മനുഷ്യന്റെ റിപ്പോർട്ടും പിശാചിന്റെ റിപ്പോർട്ടും. നിനക്കത് ചെയ്യാൻ കഴിയത്തില്ല, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ല, ആ ഭവനം പണി പൂർത്തിയാകത്തില്ല, നിന്റെ ജോലി ശരിയാകത്തില്ല. ഇത് മാത്രം കേൾക്കുന്ന നെഗറ്റീവിന്റെ റിപ്പോർട്ട് ഇന്ന് രാത്രി റിജക്ട് ചെയ്തിട്ട് ദൈവത്തിന്റെ റിപ്പോർട്ട് റിസീവ് ചെയ്യണം.
ആമേൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ റിപ്പോർട്ട് റിസീവ് ചെയ്യണം. അസാധ്യങ്ങൾ മാറട്ടെ. ആരാ പറഞ്ഞത് നീ ആ വീട് പണിയത്തില്ലെന്ന്? ആരാ പറഞ്ഞത് നിന്റെ കുഞ്ഞിന് ജോലി ലഭിക്കത്തില്ലെന്ന്? ആരാ പറഞ്ഞത് നീ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടത്തില്ലെന്ന്? എന്നാൽ ഇന്ന് രാത്രി ആ രണ്ട് റിപ്പോർട്ടിനെയും യേശുവിന്റെ നാമത്തിൽ റിജക്ട് ചെയ്തിട്ട് പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും പറ 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 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പുറത്തു വാ ദൈവദാസനെ, പുറത്തു വാ. നിങ്ങൾ വിളിച്ചു പറയുന്നത് ഇന്ന് രാത്രി സംഭവിക്കും. എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം 2-ാമത്തെ സ്റ്റാൻസ്. എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം അതിന്റെ 2-ാമത്തെ സ്റ്റാൻസ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, കൈവിടത്തില്ല. അച്ഛാ ഒന്ന് വരാമോ? ഒന്ന് വന്നേ. ഞാൻ നിന്നെ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, കൈവിടത്തില്ല. അടുത്ത വാക്യം, ഉപേക്ഷിക്കുകയുമില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ എന്ത് ചെയ്യത്തില്ല, പേടിക്കയില്ല. ആ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ രണ്ട് വ്യക്തികൾ അവിടെയുണ്ട്, രണ്ട് വ്യക്തിത്വങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട്. ഒന്ന് സൈന്യങ്ങളുടെ ദൈവം, രണ്ട് ദൈവത്തിന്റെ ഭക്തൻ. ദൈവം ഭക്തനെ നോക്കിക്കൊണ്ട് പറയുന്നു, മകനെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ദൈവം വാക്ക് പറയുമ്പോൾ ഈ ദൈവദാസൻ ചെയ്യുന്ന പോലെ തലയാട്ടരുത്, തലകുലിക്കരുത്. മനസ്സിലായില്ലല്ലേ? ദൈവം നിന്നോട് റിപ്പോർട്ട് പറയുമ്പോൾ തലയാട്ടി തല കുലുക്കിക്കൊണ്ട് പോവരുത്. പകരം ആ റിപ്പോർട്ടിനോട് ചാടി വീണിന് പ്രതികരിച്ചേക്കണം. എങ്ങനെ? ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് ധൈര്യത്തോടെ ധ്യാനിക്കാനല്ല, ധൈര്യത്തോടെ ചിന്തിക്കാനല്ല, ധൈര്യത്തോടെ പറയാൻ. ധൈര്യത്തോടെ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ റിപ്പോർട്ടുകൾ സംഭവിക്കണമെങ്കിൽ ദുഷ്ടൻ കൊണ്ടുവന്നതിനെ ചവിട്ടി താഴ്ത്തിയിട്ട് വിശ്വാസത്തെ പറ, ആകയാൽ കർത്താവ് എനിക്ക് തുണ. പറ ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് ധൈര്യത്തോടെ എന്ത് ചെയ്യാം? ധൈര്യത്തോടെ പറ. ധൈര്യത്തോടെ എന്ത് ചെയ്യണം? ധൈര്യത്തോടെ പറയണം. ധൈര്യത്തോടെ എന്ത് ചെയ്യണം മോനെ? ധ്യാനിക്കരുത്, ചിന്തിക്കരുത്, എഴുതി വെക്കരുത്. ഇതൊന്നും വെച്ചാൽ കിട്ടത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ റിപ്പോർട്ട് സാക്ഷാത്കരിക്കണമെങ്കിൽ ഇന്ന് രാത്രി തൻ്റെ ഇടത്തോടെ പറയണം. അത് വാ തുറന്ന് പറയണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, വാ തുറന്ന് പറ. ഞാൻ ഇവിടെ നിന്ന് ഒരു പ്രസ്താവിക്കുക. കർത്താവ് അനുവദിച്ചാൽ 2026 കഴിഞ്ഞ് 2027 നിങ്ങൾ വിശാലമായി ചർച്ചിനകത്ത് കയറും. ഞാൻ അതിനകത്ത് നിന്ന് പ്രസംഗിക്കും. ഇത് ധൈര്യത്തിന്റെ വാക്കാ. പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞാൽ മതി. ഒന്ന് പറ. തിരുവല്ല പട്ടണം കണ്ടിട്ടില്ലാത്തത് ഈ ആലയത്തിനകത്ത് ദൈവം ചെയ്യും. നീ പറയുന്നത് സംഭവിക്കും. അച്ഛാ, പറയുന്നത് സംഭവിക്കും. വാ തുറന്ന് പറ. അതരം ചലിപ്പിച്ചു പറ. അതങ്ങനെ തന്നെ സംഭവിക്കും. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ, എല്ലാരും പറഞ്ഞേ, ധൈര്യത്തോടെ പറയാം. അപ്പൊ എവിടെയാ ജീവൻ വ്യാപരിക്കുന്നത്? എവിടെ അത്ഭുതം നടക്കുന്നത്? ധ്യാനിക്കുമ്പോഴല്ല, വായിക്കുമ്പോഴല്ല, പറയുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. മനസ്സിലായവർ മാത്രം ആമേൻ പറ. നീ പറഞ്ഞാൽ അത്ഭുതം സംഭവിക്കും. നീ പറഞ്ഞാൽ മിറക്കിൾ സംഭവിക്കും. എന്തുകൊണ്ട് നീ പറയണം? എന്തുകൊണ്ട് നീ പറയണം? സദൃശവാക്യം 18:4. മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളം. 18:20. വായുടെ ഫലത്താൽ ഉദരം നിറയും. 18:21. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതുകൊണ്ട് നീ പറയുന്നത് സംഭവിക്കും. നിന്റെ നാവിൽ അല്ല സഹോദരങ്ങളെ, നിന്റെ നാവിൽ മരണവും ജീവനും ഇരിക്കുക. ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. അച്ഛാ, നമ്മുടെ നാവിലാ എന്തിരിക്കുന്നേ? മരണം ഇരിക്കുന്നേ. നമ്മുടെ നാവിലാ ജീവൻ ഇരിക്കുന്നേ. അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം. ഇനി
ഇനി അത് പോരാഞ്ഞിട്ട് വേറെ കാര്യം, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പറ, ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. എനിക്കും നിങ്ങൾക്കും ദൈവം ഒരു അധികാരം തന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തൊട്ടതാ, ഒരധികാരം തന്നു. ദൈവം നമുക്ക് തന്ന അധികാരം എൻ്റെ കൈവെള്ളക്കകത്തല്ല, എൻ്റെ കാലിൻ്റെ മേലല്ല, എൻ്റെ ശരീരത്തിൻ്റെ മേലല്ല. ദൈവം എനിക്ക് തന്ന അധികാരം എവിടെയാണെന്നറിയാമോ? എൻ്റെ നാവിൻ്റെ മേലാണ്. ദൈവം തന്ന അധികാരം എൻ്റെ അധരങ്ങളുടെ മേലാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നത് എൻ്റെ നാവിൽ ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറ. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? അച്ഛാ, നിന്റെ നാവിൽ മരണവും ജീവനും ഇരിക്കുന്നു. ഡെത്ത് ആൻഡ് ലൈഫ്. മരണം ഇരിക്കുന്ന നിന്റെ നാവില, ജീവൻ ഇരിക്കുന്ന നിന്റെ നാവില. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു, എൻ്റെ തല അറുത്ത് താഴെ ഇട്ടാലും ഈ നാവ് കൊണ്ട് എന്നെ നെഗറ്റീവ് പറയത്തില്ല. ആരെന്നെ കളിയാക്കിയാലും, ആരെന്നെ പൊട്ടണെന്ന് പറഞ്ഞാലും, ആരെന്നെ നിന്ദിച്ചാലും ഞാൻ പറയുന്നത് വിശ്വാസത്തെ പറയും. ഇന്ന് രാത്രി പ്രഖ്യാപിക്കാൻ കഴിയുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. 16-ാമത്തെ രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നെ നോക്കി പ്രവചിച്ചു പറയുന്നു, നിന്റെ അധരങ്ങളുടെ മേൽ ഒരധികാരം ദൈവം കൈമാറിയിട്ടുണ്ട്. അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ട് നീ പറയുന്നത് സംഭവിക്കോ. നീ പറയുന്നത് സംഭവിക്കും. ഞാൻ ഇനി വാക്യമൊന്നും എടുക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു വിടാം. ആമേൻ. നിങ്ങൾ ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് ചാടി കടലിൽ പോക എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ സംഭവിക്കുമെന്ന് യേശു അവരോട് ഉത്തരം പറഞ്ഞ് മർക്കോസ് 11:22. നിങ്ങൾ ആരെങ്കിലും സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ചാടി കടലിൽ പോക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് യേശു ഉത്തരം പറഞ്ഞു. നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ നോക്കി ഇന്ന് രാത്രി പറ, യേശുവിന്റെ നാമത്തിൽ അത് വഴിമാറി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയുടെ വിഷയം, നിന്റെ കുഞ്ഞിന്റെ ഭാവി, അവിടെ വിവാഹ വിഷയം, അവിടെ ജോലി വിഷയം, ഏതെങ്കിലും വിഷയം ഇന്ന് രാത്രി പ്രശ്നമാണെങ്കിൽ അതിനെ നോക്കി പറ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സൗഖ്യമാകും. ഞാനൊരു കാര്യം ഒന്ന് സന്തോഷത്തോടെ പറയാ കേട്ടോ. നിങ്ങളെ ഈ ചർച്ചിനകത്ത് വരുമ്പോൾ ആളുകളെ സെലക്ട് ചെയ്യുന്നെങ്കിൽ കണ്ണി കണ്ടവനെ സെലക്ട് ചെയ്യരുത്. വായെടുത്താൽ അവിശ്വാസം പറയുന്നവന്റെ അടുത്ത് പോലും പോയി ഇരിക്കരുത്, ഓടിയേക്കണം. ഓ, എന്നോട് പിണങ്ങിയെന്ന് വന്നു, എന്നോട് വഴക്കില്ലെങ്കിൽ മാത്രം നിങ്ങളൊരു ഹല്ലേലൂയ പറ. ഒരു വാക്യമുണ്ട്, സദൃശവാക്യത്തില എടുക്കണ്ട. നീ ജ്ഞാനിയോട് കൊടന്നാൽ നീ ആരാകും? ജ്ഞാനിയോട് കൂടെ നടന്നാൽ നീ ജ്ഞാനിയാകും. വിശ്വാസം പറയുന്നവന്റെ കൂടെ നടന്നാൽ നീയും വിശ്വാസം പഠിക്കും. എനിക്ക് കോട്ടയത്തൊരു ചർച്ചുണ്ട്, ഡെലിവറൻസ് ചർച്ച്, പാസ്റ്റർ ഷാജൻ. ഞാൻ എപ്പോൾ ചെന്നാലും ഞാൻ ഇതുപോലെ വിശ്വാസം പറയും. അവനങ്ങ് വിശ്വാസത്തിലങ്ങ് നിറഞ്ഞു നിൽക്കുക. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ ആ ചർച്ച് മീറ്റിങ്ങിന് പോയപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഒന്ന് വണ്ടിയെ കയറിക്കേ. ഞാൻ വണ്ടിയെ കയറി. എവിടെ പോകുന്നു? കയറി പാസ്റ്റേ. എന്നെ കൊണ്ടുപോയി ഒരു ഗ്രൗണ്ടിലോട്ട് കൊണ്ടുപോയി. ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ 2.25 ഏക്കർ സ്ഥലം. ഞാൻ ചെയ്താരടിയാ, ഇത് ഞാൻ മേടിക്കാൻ പോകുകയാണ്. കോട്ടയം ടൗണിലെ പാമ്പാടിക്കടുത്ത് 2.5 ഏക്കർ സ്ഥലം. അവൻ ഞാൻ ചോദിച്ചു എത്ര കോടിയാകും? പാസ്റ്ററിന് കോടി ചോദിക്കുന്നേ, അത് എത്ര കോടിയാണേലും ഞാൻ മേടിക്കും. മനസ്സിലായില്ലല്ലേ? അവൻ ഞങ്ങളുടെയൊക്കെ പ്രസംഗം കേട്ട് ഇത് കൊച്ചനിരിക്കുന്നവരെ മുമ്പിൽ ഇരുന്ന് ഹല്ലേലൂയ പറഞ്ഞ് ആരാധിച്ചവരാ. അവരൊക്കെ ഞങ്ങളെയൊക്കെ അപ്പുറമാ കയറിപ്പോയത്. മനസ്സിലായോ? അവിശ്വാസം പറയുന്നത് നിർത്ത്. ഇന്ന് രാത്രി കൊണ്ട് ആ നെഗറ്റീവ് നിർത്ത്. നിന്റെ കുടുംബത്തിനകത്ത് പറയരുത്, നിന്റെ തലമുറയെ പറയരുത്. ഇന്ന് രാത്രി ഞങ്ങളെ ലൈവിലൂടെ കേൾക്കുന്നവരോട് പറയുന്നു, നെഗറ്റീവായ തോട്ട് എടുത്തുകള. എന്നിട്ട് പറ, വിശ്വാസം പറ, അത് ദൈവം ചെയ്യുമെന്ന് പറ, ദൈവം തരുമെന്ന് പറ. ദൈവം അത് നമുക്ക് ഒപ്പിച്ചു തരും. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഞാൻ ചോദിച്ചു, മോനെ എവിടെ നിന്നോടാ പൈസ? എത്രയാകൂടാ? പാസ കോടികളാകും. പാസ കോടികളാകും.
എൻ്റെ ചർച്ചിന് മുമ്പിൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ബൈബിൾ വിട്ട് മൾഗാടില്ലാത്ത സൈക്കിളും ചവിട്ടി വന്നിരുന്ന ഷാജൻ പാസ് ഇപ്പോൾ കോടികളുടെ സ്ഥലം മേടിക്കുക. ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്നാടാ? അപ്പോൾ അവൻ എന്നോട് പറയാ, കൊള്ളാം പാസല്ലേ ഞങ്ങളോട് പറഞ്ഞ വിശ്വാസത്തെ ചെയ്യാൻ. ഞങ്ങൾ ചെയ്തു പാസ്, ദൈവം ഞങ്ങൾക്ക് തരിക. ഞാൻ ഇന്നൊരു കാര്യം പറയട്ടെ, വിശ്വാസത്തെ സ്റ്റെപ്പ് വെക്കാൻ ദൈവം ഒരാളെ അന്വേഷിക്കുന്നു. അവന്റെ കൂടെ സ്വർഗം ഇന്ന് നിൽക്കും. തൻ്റെ ഇടമുള്ളവർ എഴുന്നേറ്റാൽ മതി. ഞാൻ മീറ്റിങ്ങിന് കയറുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ദാസന്മാരോട് പറഞ്ഞ് ഞങ്ങളൊരു ചർച്ച പണി ആരംഭിക്കുക, നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യണ്ട. ഒരു അല്ലെന്ന് പറഞ്ഞു, ഞങ്ങൾ ഈ അടുത്ത മാസം ചർച്ച് പൊളിച്ചങ്ങ് ആടിപൊളി ചർച്ച് പണിയാൻ പോകുക. ഒരു കോൺട്രിബ്യൂഷനും ഇല്ല, ദൈവം ചെയ്യാൻ പോകുക. പ്ലാൻ ആക്കുന്നതിന് മുമ്പ് തന്നെ ദൈവന്റെ വഴികളൊക്കെ ഓപ്പൺ ആക്കി. ഒരു ഹല്ലേലൂയ പറ. ചെയ്യാൻ ഒരുവൻ ഒരുമ്പെട്ടിറങ്ങിയാൽ നിന്റെ കൂടെ നിൽക്കാൻ എൻ്റെ ദൈവം റെഡിയാ. ധൈര്യത്തിന്റെ ആത്മാവോടെ ഇന്ന് രാത്രി എഴുന്നേക്കണം. നെഗറ്റീവ് മാത്രം കേൾക്കരുത്. അവരെ മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവായി പറയുന്നവരെ കൂടെ നിർത്ത്. അവരുടെ കൂടെ നിന്നിട്ട് കാര്യമുണ്ട്. ഒരു ഹല്ലേലൂയ പറ. അച്ഛാ, ഞാനൊരു കാര്യം എൻ്റെ ആത്മാവിലങ്ങ് പറയാ, ഈ കൂടെ നിർത്തുന്നെങ്കിൽ, കൂടെ ആരെങ്കിലും നിർത്തണമെങ്കിൽ കടലാണെങ്കിലും ചാടി ഇറങ്ങുന്ന പത്രോസിനെ വേണം കൂടെ നിർത്താൻ. മനസ്സിലായില്ലല്ലേ? കൊച്ചിനെ പ്രാർത്ഥിച്ച് എഴുന്നേപ്പിക്കാൻ വേണ്ടി യേശു കർത്താവ് പോയപ്പോൾ 3 പേരെയും കൊണ്ടാ പോയേ. ആരെയാ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. എന്താ അവരെ കൊണ്ടുപോയത്? ബാക്കി 9 പേരുണ്ടല്ലോ. ഈ സ്തോത്രം എന്ത് കിട്ടും എന്ന് പറഞ്ഞ് നോക്കുന്നവരെ കൊണ്ടുപോകണ്ട. കടലെങ്കിൽ കടല് ചാടാൻ വാഞ്ചുള്ളവരെ കൂടെ നിർത്തിയാൽ അത്ഭുതം ചെയ്യും. മനസ്സിലായില്ലല്ലേ? ഒരു ഹല്ലേലൂയ എന്ന് പറ. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഈ അവിശ്വാസമുള്ളവനെ കൂടെ നിർത്തരുത്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അവനിങ്ങനെ കണ്ണും തുറന്നുകൊണ്ട് കാലനങ്ങുന്നുണ്ടോ, കയ്യനങ്ങുന്നുണ്ടോ, കണ്ണ് ചലിക്കുന്നുണ്ടോ നോക്കി നിൽക്കും. അവനെ കൂടെ നിർത്തരുത്. എന്നാൽ ചിലത് കൂടെ നിൽക്കും. കമന്ന് വീണ് പ്രാർത്ഥിക്കുന്ന ചിലത്, ആർത്ത് പിടിച്ച ചിലത്, അതിനെ കൊണ്ട് കാര്യം നടക്കത്തുള്ളൂ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ശക്തിയോടെ ദൈവത്തെ ആസ്വദിച്ചേ. ഹല്ലേലൂയ. അച്ഛാ, 3 റിപ്പോർട്ടുണ്ട്. ദൈവത്തിന്റെ റിപ്പോർട്ട് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ വാ കൊണ്ട് ദൈവം നിങ്ങളോട് പറഞ്ഞ റിപ്പോർട്ട് നിങ്ങൾ ഏറ്റുപറയണം. ഹലോ, നിങ്ങൾ പ്രതികരിക്കാത്തിടത്തോളം കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. ഹലോ, സന്തോഷമാണോ? എനിക്ക് 2 മക്കളുണ്ട്. ആൺകുഞ്ഞുങ്ങളാ. അവന്മാർ പൊക്കത്തെ നിലയിലാണ് താമസിക്കുന്നത്, ഞങ്ങൾ താഴെയാ. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് വിളിക്കും, ലെസ്ലി. കുറെ നേരം കഴിഞ്ഞപ്പോ എൻ്റെ അടുത്ത് വന്ന് എന്നെ മുട്ടി വന്ന് നിൽക്കുക ഒരുത്തൻ. ആരാ? ലെസ്ലി. അവൻ ഞാൻ ചോദിച്ചു, നീ വിളി കേട്ടില്ലേ? കേട്ടു. പിന്നെ എന്നെ വിളി കേൾക്കാഞ്ഞ്? ഞാൻ വന്നല്ലോ. ഞാൻ നല്ല അപ്പനാ, നല്ലടി കൊടുക്കും. ഒന്നെങ്കിൽ മുതുകത്തിട്ട് കൊടുക്കും, അല്ലെ കാലിട്ട് കൊടുക്കും, അല്ലെങ്കിൽ എവിടെ കിട്ടുമെന്ന് കൊടുത്തിട്ട് ചോദിക്കടാ പൊട്ടാ, നിന്നെ ഇത്രയും കിടന്ന് വാ പൊട്ടി വിളിച്ചിട്ടൊന്ന് പ്രതികരിച്ചുകൂടെ? ഒരു സ്വത്രം എന്ന് പറഞ്ഞേ. പ്രതികരിക്കാതെ ഇങ്ങനെ ഉപ്പും ചാക്കി ഇരിക്കുന്ന പോലെ വന്ന് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്ന് പ്രതികരിക്കണ്ടേ? ഈ ജനത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇവർ പ്രതികരിക്കാത്തിടത്തോളം കാലം ദൈവം ഒന്നും ചെയ്യത്തില്ല. പ്രതികരിക്കുന്നവരുടെ മേലാ ദൈവത്തിന്റെ കരം നീട്ടുന്നത്. ദൈവം ഒരു അരുളപ്പാട് പറയുമ്പോ അതിനോട് പ്രതികരിക്കുന്ന ഒരുത്തൻ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ മേലാണ് അഭിഷേകം ചലിക്കുന്നത്, നിന്റെ മേലാണ് കൃപ ചലിക്കുന്നത്. ഹല്ലേലൂയ. മോനെ പ്രതികരിച്ചേക്കണം. ഒരു ഹല്ലേലൂയ പറ. ഞാന് സ്തോത്രം ഒരു സ്ഥലത്ത് പ്രസംഗിക്കുക. അത് മലയാളികളുടെ ഇടയിൽ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് അടുത്ത രാജ്യക്കാട് നടക്കാം. അവര് സ്തോത്രം ഒരല്പം ഇരുണ്ട നിറമൊക്കെ ഉള്ളവരാണ്. അവിടെ ചെന്ന് പ്രസംഗിച്ച് ആവേശം കയറിയപ്പോ ഒരു 120 കിലോ മുള്ള തടിയും വന്ന് എന്നെ പൊക്കി അങ്ങ് എടുത്തു. എന്നെ അവരങ്ങ് പൊക്കി വെച്ചേക്കുക. ഇവനാണെങ്കിൽ മലയാളം അറിയത്തില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഞാൻ എന്നെ താഴെ
താഴെ നിർത്തത്തില്ല. ഇവൻ സൂട്ടും കൊണ്ട് ഇത്രയും വണ്ണമുണ്ട്, എന്നെ അങ്ങ് പൊക്കിയെടുത്തേക്കുക. ഞാൻ ഇടയിൽ എന്നെ താഴെ നിർത്താൻ പറയും. ഇവൻ ഇട്ടുകളഞ്ഞാൽ എനിക്ക് കൊച്ചിക്ക് പോകണം. അവനങ്ങ് എന്നെ പൊക്കിയെടുത്ത് ഡാൻസ് ചെയ്യുക. അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പുള്ളി പറയുക, പക്ഷേ ഇതാണ് ഇവരുടെ കുഴപ്പം, വചനം അകത്ത് കയറി കത്തിയ ഇവൻ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്യും. ഹല്ലേലൂയ. എന്റെ വണ്ടിയുടെ ഡിക്കിയുടെ അകത്ത് ഞാൻ ഒരു അത്ഭുതം കൊണ്ടുവന്നിട്ടില്ല. അത്ഭുതമൊക്കെ ഇതിൻ്റെ അകത്ത് പ്രതികരിക്കുന്നവനാ കിട്ടുന്നത്. കരമടിച്ച് പ്രതികരിക്കുന്നവൻ, വിശ്വാസത്തെ പ്രതികരിക്കുന്നവന്റെ മേൽ നാളത്തേക്ക് ദൈവം വെക്കില്ല. ഈ രാത്രി തന്നെ ദൈവം അത് നിന്റെ മേൽ ഇട്ടു തന്നിരിക്കും. ഹല്ലേലൂയ. മോനെ, ഞാൻ ആലോചന പറയാ, പ്രതികരിച്ചാൽ നിനക്ക് കിട്ടും. പ്രതികരിച്ചാൽ നിനക്ക് കിട്ടും. പ്രതികരിച്ചാലേ കിട്ടുന്നു. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഈ ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ മീറ്റിങ്ങിന് പോയാൽ സ്തോത്രം, ഒരു കളർ ബനിയനൊക്കെ ഇട്ട് ഏറ്റവും മുമ്പിൽ പോയി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ ഉസൈൻ ബോൾട്ട് ഓടാൻ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും മുമ്പിൽ. എന്നാന്നറിയോ, എപ്പോഴാണ് ഈ ദൈവദാസൻ അഭിഷേകത്തിന് വേണ്ടി എഴുന്നേപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, എഴുന്നേക്കെന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടവാ ഓടിച്ചെന്ന് മുമ്പിൽ അങ്ങ് നിൽക്കും. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആദ്യത്തെ കൈ വെക്കുന്നത് നമ്മുടെ തലയിലായിരിക്കും. എന്നാൽ ചില മാന്യന്മാരുണ്ട്, അവിടെ കന്നിങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കും. നീ ആയുസ് ഗുണം പെടത്തില്ല. എന്നാൽ ഇന്ന് രാത്രി വാഞ്ചയോടെ പിടിക്കാൻ നിൽക്കുന്ന ചിലതുണ്ട്, അവന്റെ മേലാണ് അഭിഷേകം വീഴുന്നത്. ഏലീശ പറയാ, ചേട്ടാ നീ മിണ്ടാതിരിക്കെ. എനിക്കറിയാം ഏലിയാവിനെ എടുക്കുമെന്ന്. അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ ഇരട്ടി പങ്ക് എന്റെ മേൽ വീണ് പറ്റുകയുള്ളൂ. പ്രതികരിച്ച ഏലീശയുടെ മേൽ സ്തോത്രം. പ്രതികരിച്ച ഏലീശയുടെ മേലാണ് അഭിഷേകം. പ്രതികരിച്ച ഏലീശയുടെ മേലാണ് പുതപ്പ്. ഞാൻ ലാസ്റ്റ് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക. ദൈവത്തിന്റെ റിപ്പോർട്ട് കേട്ടാ പോരാ. റിപ്പോർട്ടിന് എന്ത് ചെയ്യണം മക്കളെ? പറയുന്നു പ്രതികരിക്കണം. ഇത് ഈ ലൈവ് പോകുന്ന കൊണ്ട് ഞങ്ങൾക്ക് പല കാര്യം പബ്ലിക്ക് പറയാൻ പേടിയാണ്. ഈ ലൈവ് ഇല്ലാതിരിക്കുന്നതാണ് ഉണർവിയോഗത്തിന് നല്ലത്. സ്വതന്ത്രം പറഞ്ഞേ, ഒരല്ലെന്ന് പറഞ്ഞേ. ഈ ലൈവ് ഇല്ലെങ്കിൽ നമുക്ക് ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയാം. പക്ഷെ ഈ സാധനം പോകുന്നത് കൊണ്ട് ഇതിനകത്ത് നാം നീതിമാന്മാർ മാത്രമല്ലല്ലോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. സ്തോത്രം. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ പിടിച്ചു വെച്ചാ പറയുന്നേ. ഈ ചില കാര്യങ്ങൾ നിങ്ങൾ വിശ്വാസത്തെ പറഞ്ഞാൽ സംഭവിക്കും ദൈവമക്കളെ. അല്ലേ? ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ 12 പ്രഭുക്കന്മാരെ കനാൻ ദേശം ഉറ്റുനേക്കാൻ വിട്ടു. 2 പേർ കാലേബും ജോഷുവയും. അവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ വേറൊരു സ്വഭാവമുള്ളവരാ. വേറൊരു ഡിഫറെന്റ് സ്പിരിറ്റ് എന്ന കാലേബിനെ കുറിച്ച്. ഡിഫറെന്റ് സ്പിരിറ്റ്, വ്യത്യസ്തമായ ആത്മാവുള്ളവരാ അവർ. എന്താ വ്യത്യസ്തമായ ആത്മാവ്? ഇവന്മാർ 10 പേര് അവിശ്വാസം പറയുമ്പോൾ ഇവർ 2 പേര് വിശ്വാസം പറയും. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്നവിടെ കൈ കൊടുത്തു പറ, മരിക്കുന്നത് വരെ അവിശ്വാസം പറയരുത്. പറഞ്ഞ കൈ കൊടുത്തു പറ, മരണം വരെ അവിശ്വാസം പറയരുത്. വാ തുറന്ന് വിശ്വാസം പറയണം. പറ അടുത്തിരിക്കുന്ന അവിടെ പറ, അവിശ്വാസം പറയേ ചെയ്യരുത്. ആമേൻ. കാലേബും ജോഷുവും പറഞ്ഞു, നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മളത് കൈവശമാക്കും. എന്ന് പറഞ്ഞേ, നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളത് കൈവശമാക്കും. ഒരു ഹല്ലേലൂയ പറ. നാളെ ഞാൻ സമയം പോകുന്നതുകൊണ്ട് ഷോർട്ടായിട്ട് പറയുക. നാളെ ഈ നേരത്ത് ഇവിടുത്തെ ക്ഷാമം മാറും. ഇവിടെ ഗോതമ്പ് വിൽക്കും, ഇവിടെ യവം വിൽക്കും. വേറെ ഒരുത്തം കോട്ടും സൂട്ടും വിട്ട് പറയുക, ദൈവം കിളിവാതി തുറന്ന പോലും അതെന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. ഉടനെ പ്രവാചകൻ പറയാ, എന്റെ പൊന്നിയെ സാറിനോടൊരു ദൂതുണ്ട്, നീ അത് കാണും, നീ അത് അനുഭവിക്കത്തില്ല. ദൂത് മനസ്സിലായോ? ഇന്ന് രാത്രി പ്രതികരിക്കുന്നവൻ അത് അനുഭവിക്കോ, നോക്കി നിൽക്കുന്നവൻ അത് അനുഭവിക്കത്തില്ല. കരമടിച്ചൊന്ന് ആരാധിച്ചു പറ, ഞാൻ കാണാൻ വന്നതല്ല, ഞാൻ പ്രതികരിക്കാൻ വന്നതാ. ഞാൻ കാണും. എന്നോട് പറഞ്ഞ അരുളപ്പാട്, എന്നോട് ദൈവം അറിയിച്ച അരുളപ്പാട് ദൈവം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഓ ഷനതലരഗസ. കരമുയർത്തി നല്ലൊരു ആമേൻ പറ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് രാത്രി 12 മണി വരെ ഇവിടെ നിന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അതുപോലെ ആത്മസാന്നിധ്യം ഈ ആലയത്തിനകത്ത് വ്യാപരിക്കുന്നേ. ഇത് പലയിടത്തും കിട്ടത്തില്ല. ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. ഹല്ലേലൂയ. കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയപ്പോഴേ അവർ അനാക്യ മല്ലന്മാരെ കണ്ടു. ആരെ കണ്ടു? എല്ലാവരും പറഞ്ഞേ. പഴയ നിയമത്തിലെ പ്രഭുക്കന്മാർ അനാക്യ മല്ലന്മാരെ കണ്ടെങ്കിൽ എനിക്കും നിനക്കും ഉണ്ട് അനാക്യ മല്ലന്മാർ പുതിയ നിയമത്തിൽ. ആരാന്നറിയോ? വാക്യം പറയാം, എടുപ്പിക്കുന്നില്ല. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ പറ ജഡീകമല്ല, അത് കോട്ടയെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അടുത്ത വാക്യം, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന പുതിയ നിയമസഭയുടെ മല്ലൻ ആരാന്നറിയാമോ? സങ്കല്പം, ഇമാജിൻ. ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ ആകും, ഇങ്ങനെ വരൂ. യേശുവിന്റെ നാമത്തിൽ ആ ഇമാജിൻ ഇടിച്ചുകള, ആ സങ്കല്പം ഇടിച്ചുകള. അതങ്ങനെ സംഭവിക്കും, അതങ്ങനെ വരും. ഇടിച്ചുകള. ബൈബിൾ പറയുന്നു, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ പിടിച്ചടക്കണം. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ. നമ്മുടെ ഏറ്റവും വലിയ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ മല്ലനാരാച്ച നമ്മുടെ ഇമാജിൻ. ചുമ്മാ അങ്ങായിരുന്നു സ്വപ്നം കാണുക, ചുമ്മാ ഇമാജിൻ ചെയ്യുക. അങ്ങനെയാ, ഇങ്ങനെയാ, മറ്റതാ, മറിച്ചതാ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. സന്തോഷമാണോ? ഞാൻ ആദ്യമായിട്ട് ഒരു സായിപ്പിൻ്റെ നാട്ടിൽ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോയി. എയർപോർട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ എമിഗ്രേഷൻ കൗണ്ടറിൽ നിൽക്കുന്ന പോലീസ് എന്നെ നോക്കി നിൽക്കുക. അപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം ചോദിച്ച് പൊരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പിശാച് പറയുക, നിന്നോട് ചോദിക്കും, നീ എന്തോന്ന് പറയും? എനിക്ക് അന്യഭാഷയല്ലാതെ വേറെ ഒരു ഭാഷയും അറിയത്തില്ല. എൻ്റെ ശരീരമൊക്കെ തണുക്കാൻ തുടങ്ങി. ഞാൻ പാസ്പോർട്ട് പിടിക്കുന്നെങ്കിലും പാസ്പോർട്ട് ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. ഇയാൾ ചോദിച്ച എങ്ങനെ മറുപടി പറയും? ഞാൻ ചുറ്റും നോക്കി, ഏതെങ്കിലും മലയാളി ഉണ്ടോ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഒറ്റ മലയാളി ഇല്ല. ഞാൻ ഇങ്ങനെ നിൽക്കുക. ചെല്ലുന്ന വേഗത്ത് ഈ പാസ്പോർട്ട് കൊടുത്തപ്പോൾ എന്നോട് ഇംഗ്ലീഷ് ആ സായിപ്പ് ചോദിച്ചു. ഞാൻ എന്താണ്ടൊക്കെ പറഞ്ഞു. ഓക്കേ. ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഏതോ ഒരു കാട്ടിയാതി മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. ഭാഷയും അറിയില്ല, വാക്കും അറിയത്തില്ല. ഇവനോട് വെച്ചാൽ ശരിയാകത്തില്ല. ഇറക്കി അടിച്ചങ്ങ് വിട്ടു. ഞാനങ്ങ് ഇറങ്ങിപ്പോയി. വർഷങ്ങളായിട്ട് യാത്ര ചെയ്യും. എമിഗ്രേഷൻ UK ചെന്നാലും കാനഡ ചെന്നാലും അമേരിക്ക ഇതുപോലെ ചെല്ലുമ്പോൾ സായിപ്പിരിക്കും. എന്നോട് എന്താണ്ടൊക്കെ ചോദിക്കും. എനിക്ക് എന്താന്നൊരു മറുപടി അറിയില്ല. ഞാൻ എന്താണ്ടൊക്കെ പറയും. എനിക്ക് അടിച്ചു തരും. പോകുന്നതിന് മുമ്പ് അവിടെ നിന്ന് ചില കോള് വരും. പാസേ പ്രാർത്ഥിച്ചുകൊണ്ട് വരണേ, അവൻ ചിലതൊക്കെ ചോദിച്ച പറയണേ. ഞാൻ കുത്തിയിരുന്ന് ദീസും നാട്ടും നോട്ടും കൺട്രിയും ഒക്കെ പഠിക്കും. അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം മറന്നു പോകും. ഇതിൻ്റെ ഒരാവശ്യമില്ല. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഇതിൻ്റെ ഒരാവശ്യമില്ല. ഒരു ആമേൻ പറ. ഇന്ന് ചിലരെങ്കിലും ധൈര്യത്തോടെ പുറത്തു വരട്ടെ. ആരൊക്കെ നെഗറ്റീവ് പറഞ്ഞത് കേട്ടോണ്ടിരിക്കല്ലേ? നീ ചാടി എഴുന്നേക്കുന്നേ, നീ ആത്മാവ് കുതിക്കുന്നേ. ദൈവമാ നിന്നോട് പറഞ്ഞതെങ്കിൽ നീ അത് പിടിച്ചടക്കുമെന്നേ, നീ അത് കൈവശമാക്കുമെന്ന്. നെഗറ്റീവിന് തകർത്തുകളോ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ പറയാ, നിങ്ങൾ ഇന്ന് തൊട്ട് പറയുന്നത് മാറ്റണം. പറയുന്നത് വിശ്വാസത്തിന്റെ വാക്ക് പറയണം. 191 സങ്കീർത്തനം 7 വാക്യം എന്താ? എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, കൂട്ടത്തിൽ ഞാനും വീഴുമെന്നല്ല പറയേണ്ടത്. നീ പറ, അത് എന്നോട് അടുത്തു വരത്തില്ല. പറ, അത് എന്നോട് അടുത്തു വരത്തില്ല. കൂരിൽ താഴ്വര കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഓ, അവൻ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ അന്ധകാരം എൻ്റെ ദൈവം പ്രകാശമാക്കും. പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്തെ ഞാൻ മതിൽ ചാടി കിടക്കും.